നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ വർഷങ്ങളായി മലയാളികളുടെ ഒരു മുഖം എന്ന് പറയുന്നത് ജയചന്ദ്രൻ സാറാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷത്തിന് മേലെ 40 വർഷം ശരിയായ ഡെറാഡൂണിൽ തന്നെയായി. എന്നാലും ഏതൊരു മലയാളി ഉത്തരാഖണ്ഡിൽ വരികയാണെങ്കിലോ ഡെറാഡൂണിൽ വരികയാണെങ്കിലോ ജയേന്ദ്രൻ നായർ സാറിനെ കാണാതെയോ ബന്ധപ്പെടാതെയോ പോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ മലയാള സമാജത്തിൻ്റെ ജീവനാഡിയായി 20 വർഷം പ്രസിഡൻ്റായി ജീവനാഡിയായി 20 വർഷം ഇരിക്കുന്ന ആളാണ്. എല്ലാ സാമൂഹികമായും മലയാളികളുടെയും മറ്റ് സാമൂഹിക വിഷയങ്ങളൊക്കെ ഇടപെടുന്ന ഒരു വലിയൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തോട് നമുക്ക് ഈ ഉത്തരാഖണ്ഡിൻ്റെ ഒരു രാഷ്ട്രീയം, ഉത്തരാഖണ്ഡ് വരുന്നതിന് മുമ്പ് ഉത്തർപ്രദേശ് ആയ സമയം പോലും അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പോൾ പുതുതായി വന്ന പ്രായണ പുതിയ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിൻ്റെ ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹത്തെ നമുക്ക് എന്ത് പറയുമെന്ന് നോക്കാം. സർ, എന്താണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഈ രാഷ്ട്രീയ അവസ്ഥ എങ്ങനെയാണ്? ഒരു പുറത്തുനിന്നുള്ള ആൾ, അതേസമയം ഉത്തരാഖണ്ഡിൽ വളരെ കാലമായി താമസിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മത്സരം വളരെ ശക്തമാണ്. രണ്ട് പാർട്ടികളും ഒരേപോലെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഉത്തരാഖണ്ഡ്. ഇപ്പോഴ് പിന്നെ ഒരു ഇതുള്ളത്, ഇവിടെ സർക്കാർ മാറി മാറി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചുകൂടാതില്ല. എങ്കിലും കോൺഗ്രസ് നല്ല രീതിയിൽ കാഴ്ചവെച്ച ഒരു സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് ഇപ്രാവശ്യം ഈ ഇലക്ഷനെ പറ്റി മുൻകൂറായി ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ. അതെനിക്കത് കേരളത്തിലെ പോലെ തന്നെ മാറി മാറി വരുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. എങ്കിലും ശക്തമായി കോൺഗ്രസും ശക്തമായി ഹരീഷ് റാവത്തിനെ പറ്റി ഒരുപാട് അഴിമതി, ഭ്രഷ്ടാചാര ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു ഏകാധിപത്യ പ്രവണതയെ പറ്റിയൊക്കെ ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ശരിയാണോ എന്നല്ല, പാർട്ടി ഏകദേശം അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിൽ തന്നെയാണ്. എങ്കിലും അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള അഭിപ്രായങ്ങളും ഇതിലടക്കമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭരണം കിട്ടിയതിന് ശേഷം കോൺഗ്രസിന് വളർച്ചയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. BJPയുടെ അവസ്ഥ എന്താണ്? BJPക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് ചൂണ്ടിക്കാനില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സത്യം പറഞ്ഞാൽ ഇവിടെ ഇല്ല. അതേസമയം ഒരു നരേന്ദ്രമോദിയാണ് എല്ലാ കാര്യവും ഉയർത്തി കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എഫക്ട് ചെയ്തത്? നരേന്ദ്രമോദിക്ക് ഒരു നല്ല അഭിപ്രായം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിന് നല്ലൊരു ശക്തമായ എതിരാളി ഉണ്ട് എന്ന് പറയാൻ സാധിക്കുന്നത്. അല്ലാതെ ലോക്കലായിട്ട് ഇവിടെ ഇപ്പോൾ BJPക്ക് നല്ല ലീഡേഴ്സ് ഇല്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആരെയാണ് അവർ മിക്കവാറും ചൂണ്ടിക്കാണിക്കാൻ സാധ്യത BJP? കാരണം കോൺഗ്രസിൽ നിന്ന് ഒരുപാട് നേതാക്കന്മാർ BJPയിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് വന്നിട്ടുള്ള സത്പാൽ മഹാരാജാവിനെയാണ് ഇവിടെ ആൾക്കാർ കൂടുതലായിട്ട് പറയുന്നത്. അദ്ദേഹത്തെ ആക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. BJPക്കാർക്കിടയിൽ ഒരു അസ്വാരസ്യം ഉണ്ടാക്കില്ലേ കോൺഗ്രസിൽ നിന്ന്? ഉണ്ടാകാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ഒരു പ്രശ്നമാണ്. കാരണം അവർ പഴയ മുഖ്യമന്ത്രിയായ കണ്ടൂരിയുടെയും പോഖ്രിയാലിൻ്റെയും ഒക്കെ ഫോട്ടോകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണിക്കാറുണ്ട്. കൂടുതൽ മുൻപന്തിയിൽ അവരെയാണ് ഇപ്പോഴും ഫോട്ടോ കാണിക്കുന്നത്. അപ്പോഴെങ്കിലും ജനങ്ങളുടെ അഭിപ്രായത്തിൽ സത്പാൽ മഹാരാജാവിനെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഈ മലയാളികൾ എങ്ങനെയാണ് ഇവിടെ പൊതുവെ ഈ ഇതൊക്കെ നോക്കിക്കാണുന്നത്? 100-300ഓളം മലയാളികൾ, വോട്ടുള്ള മലയാളികൾ ഇവിടെ ഉണ്ട്. അവരെല്ലാം അവരവരുടെ രീതിയിൽ തന്നെയാണ് പോളിംഗ് ചെയ്യുന്നത്. രണ്ട് പാർട്ടിയിലും പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. എന്നാലും വളരെ നന്ദി സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.